പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ പലരെയും അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ്. നിങ്ങൾ പണ്ട് പറഞ്ഞ ഒരു ചെറിയ വാക്കിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും ആലോചിച്ച് വിഷമിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന മോശം കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്താറുണ്ടോ? നാട്ടിലുള്ളവരെ കുറിച്ച് ഓർത്ത്, ജോലിയെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത്, ചിലപ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത ഭയങ്ങളെ കുറിച്ച് ഓർത്ത് ചിന്തിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമിത ചിന്തയുടെ കെണിയിലായിരിക്കും. ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ഒരു റോക്കിംഗ് ചെയറിൽ ഇരിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് എന്തോ ചെയ്യുന്നത് പോലെ തോന്നും, പക്ഷേ നിങ്ങൾ ഒരിടത്ത് എത്തുകയുമില്ല. ഓവർ തിങ്കിങ് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിന്റെ ഒരു സംരക്ഷണ മാർഗമാണ്. പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും തലച്ചോറ് ശ്രമിക്കുന്നു. പക്ഷേ ചിലപ്പോൾ ഈ ശ്രമം അതിരുകടക്കും. അപ്പോൾ നമ്മൾ ചിന്തയുടെ ഒരു പടുകുഴിയിൽ വീണുപോകും. അമിത ചിന്തയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് റൂമിനേഷൻ, ഭൂതകാല ചിന്ത. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ പഴയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത്, ഇതിനെയാണ് റൂമിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ കുറ്റബോധവും വിഷാദവും ഉണ്ടാക്കും. രണ്ടാമത്തതാണ് വറി അഥവാ ഭാവി ചിന്ത. നാളെ എന്ത് സംഭവിക്കും, ഇന്റർവ്യൂ ശരിയാകുമോ, വിസ പുതുക്കി കിട്ടുമോ, ഇത്തരത്തിലുള്ള വാട്ട് ഇഫ് ചോദ്യങ്ങളെയാണ് വറി എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കും. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഓവർ തിങ്കിങ് ഒരു പ്രശ്നത്തിനും പരിഹാരം നൽകുന്നില്ല. പകരം ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കുകയും ചെയ്യും. പ്രവാസികളായ നമുക്ക് ഈ അമിത ചിന്തയുടെ പിടിയിൽപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. അനിശ്ചിതത്വം, നമ്മുടെ ജോലി, വിസ, സാമ്പത്തികം, നാട്ടിലെ കുടുംബത്തിന്റെ ആരോഗ്യസ്ഥിതി, നാളെ എന്ത് സംഭവിക്കും എന്നത് പലപ്പോഴും വ്യക്തമല്ല. ഈ ചിന്തകൾ നമുക്ക് ഓവർ തിങ്കിങ്ങിന് കാരണമാകും. രണ്ടാമതായിട്ടുള്ളത് നിയന്ത്രണമില്ലായ്മ. നാട്ടിലെ പല പ്രശ്നങ്ങളിലും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നേരിട്ട് ഇടപെടാൻ കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കാൻ കാരണമാകും. മൂന്നാമതായിട്ടുള്ളതാണ് ഒറ്റപ്പെടൽ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആളില്ലെങ്കിൽ അകത്ത് വെച്ചിരിക്കുന്ന ഈ വിഷമങ്ങൾ അമിത ചിന്തയായിട്ട് പുറത്തു വരും. അടുത്തതായിട്ടുള്ളതാണ് സാമൂഹിക സമ്മർദ്ദം. പ്രവാസിയല്ലേ, ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന സമൂഹത്തിന്റെ പ്രതീക്ഷകൾ പലപ്പോഴും നമ്മളിൽ സമ്മർദ്ദം സൃഷ്ടിക്കും. ഇതും ഓവർ തിങ്കിങ്ങിന് കാരണമാകും. അഞ്ചാമതായിട്ടുള്ളതാണ് പുതിയ സാഹചര്യങ്ങൾ. നമ്മൾ നാടും വീടും വിട്ട് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഭാഷ, ആളുകൾ, ഇവയോടൊക്കെ പൊരുത്തപ്പെടാൻ മനസ്സ് അധികമായിട്ട് പരിശ്രമിക്കേണ്ടി വരും. ഈ കാരണങ്ങളൊക്കെ ചേർന്ന് അമിത ചിന്ത വർദ്ധിപ്പിക്കും. ഈ ഓവർ തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട് ഉറക്കം നഷ്ടപ്പെടും. രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ നിറയുകയും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ക്ഷീണം തോന്നുകയും ചെയ്യും. രണ്ടാമതായിട്ടാണ് ഉത്കണ്ഠയും വിഷാദവും. നിരന്തരമായ അമിത ചിന്തകൾ മാനസിക സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകും. മൂന്നാമതായിട്ട് കാര്യക്ഷമത കുറയും. ജോലിയിലും വീട്ടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് തെറ്റുകൾക്കും കാര്യക്ഷമത കുറയുന്നതിനും കാരണമാകും. നാലാമതായിട്ട് ഇത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും. സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ശരിയായിട്ടുള്ള ആശയവിനിമയം നടത്താൻ കഴിയാതെ നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും. അഞ്ചാമതായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, തലവേദന, നെഞ്ചുവേദന, ദഹന പ്രശ്നങ്ങൾ, പേശിവേദന, ഇവ അമിത ചിന്തയുടെ ലക്ഷണങ്ങളാകാം. തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. നമ്മൾ വളരെയധികം ചിന്തിച്ചാൽ അവസാനം നമുക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെയാവും. ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി നമ്മുടെ ചിന്തകളെ എഴുതുക എന്നതാണ്. അതിനെയാണ് ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും ഒരു ഡയറിയിലോ പേപ്പറിലോ എഴുതുക എന്നുള്ളതാണ്. അത് ഭയങ്ങളാകാം, ആശങ്കകളാകാം, ആഗ്രഹങ്ങളാകാം, അങ്ങനെ എന്തുമാവട്ടെ. അങ്ങനെ ഫിൽട്ടർ ചെയ്യാതെ മുഴുവൻ എഴുതുക. പ്രവാസികളായ നമുക്ക് പല കാര്യങ്ങളും ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ആ ചിന്തകളെ ഇങ്ങനെ ഒരു ഡയറിയിലേക്ക് എഴുതുമ്പോൾ ആ ചിന്തകൾക്ക് ഒരു രൂപം കിട്ടും. അവ തലച്ചോറിൽ നിന്ന് പുറത്തു വരും. പലപ്പോഴും എഴുതി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മുടെ പല ഭയങ്ങളും യാഥാർത്ഥ്യമല്ല എന്നുള്ളത്. പിന്നീട് അടുത്ത ദിവസം അത് വായിക്കുക, എന്നിട്ട് അതിനെ വിശകലനം ചെയ്യുക. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ തരംതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വ്യക്തത ലഭിക്കും. ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാനുള്ള രണ്ടാമത്തെ വഴിയാണ് വറി ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. ദിവസം മുഴുവൻ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന് വൈകുന്നേരം ഒരു 5 മുതൽ 5:30 വരെ. ഈ അരമണിക്കൂറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാം, ആശങ്കപ്പെടാം, എല്ലാ ചിന്തകളെ കുറിച്ചും ആലോചിക്കാം. പക്ഷേ ആ സമയം കഴിഞ്ഞാൽ
അടുത്ത ദിവസം വറി ടൈം വരെ ആ വിഷയം ചിന്തിക്കില്ല എന്ന് തീരുമാനിക്കും. ദിവസത്തിന്റെ മറ്റു സമയങ്ങളിൽ ഈ ചിന്ത വരുമ്പോൾ സ്വയം പറയുക, ഇത് ഇപ്പോൾ വേണ്ട, എന്റെ വറി ടൈമിൽ ചിന്തിക്കാമെന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകളുടെ മേൽ നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കും. ആദ്യഘട്ടത്തിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പരിശീലനത്തിലൂടെ പതിയെ പതിയെ നിങ്ങളുടെ ചിന്തകൾ കുറയ്ക്കുന്നതിന് ഇത് കാരണമാകും. ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു വരാനുള്ള മറ്റൊരു വഴിയാണ് ശരീരത്തെ ചലിപ്പിക്കുക എന്നുള്ളത്. ഈ ഓവർ തിങ്കിങ് ഒരു മാനസിക പ്രക്രിയയാണ്. അതിൽ നിന്നും പുറത്തു വരാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുക എന്നതാണ്. ഈ ചിന്തകൾ വരുമ്പോൾ നടക്കുക, ഓടുക, വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുക. പ്രവാസികളായ നമുക്ക് ജിമ്മിൽ പോകാൻ എല്ലായ്പ്പോഴും സമയം കിട്ടണമെന്നില്ല. പക്ഷേ പാർക്കിൽ നടക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം. അങ്ങനെ ശരീരം ചലിപ്പിക്കുമ്പോൾ ശ്രദ്ധ ചിന്തകളിൽ നിന്ന് ഈ പ്രവൃത്തിയിലേക്ക് മാറും. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ മനസ്സിനെ കൂടുതൽ പോസിറ്റീവ് ആക്കും. അതേപോലെ ടെൻഷൻ തോന്നുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ചു ദൂരം നടക്കുക, ഇത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അതേപോലെ ഓവർ തിങ്കിങ്ങിനെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഈ മൈൻഡ്ഫുൾനെസ് എന്നത് ഭൂതകാലത്തിലും ഭാവിയിലുമല്ലാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ്. പ്രവാസികളായ നമുക്ക് പലപ്പോഴും ശരീരം എവിടെയും മനസ്സ് നാട്ടിലുമായിരിക്കും. ഇതാണ് പലപ്പോഴും അമിത ചിന്തയുടെ കാരണവും. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാൻ ചില എളുപ്പ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ശ്വാസം എങ്ങനെ പോകുന്നു, ഭക്ഷണത്തിന്റെ രുചി എന്താണ് എന്നൊക്കെ തിരിച്ചറിയുക. അടുത്തതായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ഒരു 5 കാര്യങ്ങൾ കാണുക, ഒരു 4 കാര്യങ്ങൾ കേൾക്കുക, 3 കാര്യങ്ങളിൽ തൊടുക, 2 കാര്യങ്ങൾ മണക്കാൻ ശ്രമിക്കുക, 1 കാര്യം രുചിക്കുക എന്നതാണ്. അടുത്തതായിട്ട് ശ്വസന വ്യായാമം. ദിവസത്തിൽ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ചെറിയ പരിശീലനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും അമിത ചിന്ത കുറയ്ക്കാനും സഹായിക്കും. ഈ ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മറ്റൊരു വഴിയാണ് ഈ ചിന്തകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും സത്യമാണെന്ന് കരുതരുത്. നമ്മൾ അവയൊക്കെ ഒരു ഡിക്റ്ററ്റീവിനെ പോലെ ഒന്ന് പരിശോധിക്കുക. ഈ ചിന്തയ്ക്ക് തെളിവുണ്ടോ? ഇത് 100% സത്യമാണോ? ഇതിന് മറ്റൊരു സാധ്യതയുണ്ടോ? ഈ ചിന്ത എനിക്ക് ഗുണകരമാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക. പ്രവാസികൾക്ക് പലപ്പോഴും വാട്ട് ഇഫ് എന്നീ ചോദ്യങ്ങൾ വരാം. അതായത്, എനിക്ക് അസുഖം വന്നാൽ അപ്പോൾ ഭയപ്പെടുന്നതിന് പകരം മുൻകരുതലുകൾ എടുക്കുക. ഇൻഷുറൻസ്, ആരോഗ്യ പരിപാലനം തുടങ്ങിയവ. അമിത ചിന്ത നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത്. ഈ അമിത ചിന്ത പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മൾ ആരോടും ഒന്നും പറയാതെ എല്ലാം മനസ്സിൽ സൂക്ഷിക്കും. പക്ഷേ സൗഹൃദങ്ങളും കൂട്ടായ്മകളും വലിയ ഒരു പിന്തുണയാണ്. അതിനായി തുറന്ന് സംസാരിക്കുക. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലൊരു ആശ്വാസമാണ്. സമാന അനുഭവങ്ങളുള്ളവരെ കാണുമ്പോൾ അവരുമായിട്ട് ഇടപെടുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാനും സാധിക്കും. പിന്നീടുള്ളത് പ്രായോഗികമായിട്ടുള്ള ഉപദേശങ്ങൾ. നമ്മൾ വലിയ പ്രശ്നമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെ കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുക, കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് പങ്കുവെച്ച് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ശാരീരിക രോഗങ്ങൾക്ക് ഡോക്ടറെ കാണാൻ മടിക്കാറില്ല. പക്ഷേ മാനസിക പ്രശ്നങ്ങൾക്ക് സഹായം തേടാൻ പലർക്കും മടിയാണ്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. ഇത്തരത്തിലുള്ള അമിത ചിന്തയും ഒരു മാനസിക പ്രശ്നമാണ്. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയാൽ സഹായം തേടുന്നത് കരുത്തിന്റെ അടയാളമാണ്. സഹായം തേടേണ്ട ചില ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ഉറക്കം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരുന്നാൽ, കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധം വഷളാകുമ്പോൾ, തുടർച്ചയായി വിഷാദവും നിരാശയും ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ, പലപ്പോഴും സ്വയം വേദനിപ്പിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടുക. ഇന്ന് ഓൺലൈൻ കൗൺസിലിങ്ങുകളൊക്കെ ലഭ്യമാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും വിദഗ്ധരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രവാസി അസോസിയേഷനുകളുമായി ഒക്കെ ബന്ധപ്പെട്ടാൽ അവരൊക്കെ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളുടെ സേവനം ലഭ്യമാക്കി തരും. നമ്മുടെ മാനസികാരോഗ്യം എന്നത് അത്രത്തോളം പ്രാധാന്യമാണ്. സഹായം തേടുന്നത് ഒരു കുറവല്ല, അതൊരു കരുത്താണ് എന്ന് തിരിച്ചറിയുക. ഇതൊരു ശീലമാണ്. അതിനാൽ മാറ്റം ഒരു പെട്ടെന്ന് ഉണ്ടാകത്തില്ല. ദീർഘകാലമായിട്ടുള്ള പരിശീലനത്തോടെ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. അതിനുള്ള ചില വഴികളാണ്: സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക. ദിവസവും നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഓടുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യും. അതുപോലെ തന്നെ മതിയായിട്ട് ഉറങ്ങുക. ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും സമയം കണ്ടെത്തുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ അമിത ചിന്ത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും.
ഈ ശീലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റം കാണിക്കില്ല, പക്ഷേ സ്ഥിരമായി പിന്തുടർന്നാൽ പതിയെ പതിയെ മനസ്സ് കൂടുതൽ ശാന്തമാകും. അത് നിങ്ങളിൽ ഉണ്ടാകുന്ന അമിതചിന്ത കുറയ്ക്കുകയും നിങ്ങൾക്ക് നല്ലൊരു മാനസിക ആരോഗ്യം കെട്ടിപ്പടുത്താൻ സഹായിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. തെറ്റുകൾ സംഭവിക്കാം, വിഷമിക്കാം, ചിന്തിക്കാം. ഇത്തരത്തിലുള്ള നമ്മുടെ ബലഹീനതയെ അംഗീകരിക്കാൻ പഠിക്കുക, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മെച്ചപ്പെടാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അമിതചിന്ത നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗമല്ല, അതൊരു ശീലമാണ്. മാറ്റാൻ കഴിയുന്ന ഒരു ശീലം. ചിന്തകൾ ഇങ്ങനെ വരും പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അവയ്ക്ക് നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം കൊടുക്കേണ്ട. ഓവർ തിങ്കിങ് മാറ്റിയെടുക്കാം പരിശീലനത്തിലൂടെ. ഇന്ന് തന്നെ ഒരു ചെറിയ ചുവടുവെപ്പ് നിങ്ങൾ തുടങ്ങുക. ഒരു ചെറിയ മാറ്റം, അതാണ് മനസ്സിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം. നമ്മുടെ ഈ പ്രവാസ ജീവിതം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ അതിജീവന ശേഷിയും ശരിയായ മനോഭാവവും ഉണ്ടെങ്കിൽ ഈ ചിന്തകളുടെ കെണിയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഒന്ന് ഓർക്കുക, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലുത്. അത് സംരക്ഷിക്കുക. ഈ സെക്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റിൽ ഒന്ന് പങ്കുവയ്ക്കുക. അതുപോലെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക.